സംസ്ഥാനത്ത് ചെറിയ പെരുന്നാൾ ആഘോഷിച്ച വിശ്വാസികൾ ഈദ്ഗാഹുകളിലും മസ്ജിദുകളിലും പെരുന്നാൾ നമസ്കാരം നടക്കും. ഒരു മാസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിന്റെ നിറവോടെയാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ, കോഴിക്കോട് നിന്ന് അഭിന പിച്ചിറക്കൽ, കൊച്ചിയിൽ നിന്ന് രേണുക രാജേന്ദ്രനും ചേരുന്നുണ്ട്. ആദ്യം നമ്മൾ കോഴിക്കോടേക്കാണ് പോകുന്നത്. അഭിന പിച്ചിറക്കലുണ്ട് നമ്മളോടൊപ്പം. അഭിന, കോഴിക്കോട് എന്ന് പറയുമ്പോൾ മലബാർ മേഖലയെ സംബന്ധിച്ച് ചെറിയ പെരുന്നാൾ എന്നുള്ളത് ചെറിയൊരു ആഘോഷമൊന്നുമില്ല, അത്യാവശ്യം വലിയൊരു ആഘോഷം തന്നെയാണ്. എങ്ങനെയാണ് അവിടെ നമസ്കാരത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചോ? എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? കോഴിക്കോട് നിന്നും അഭിന അല്പസമയത്തിനുള്ളിൽ തന്നെ ചേരും. നിരവധി ചടങ്ങുകളുണ്ട് ഇന്നിപ്പോൾ ഈ ഒരു ചെറിയ പെരുന്നാൾ സംബന്ധിച്ച്. ആദ്യം ഈ ഒരു പെരുന്നാൾ നമസ്കാരം തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഫിത്തർ സക്കാത്ത് കൊടുക്കുക എന്നുള്ളൊരു ചടങ്ങുകളൊക്കെ പൂർത്തീകരിച്ച ശേഷമായിരിക്കും ഈ ഒരു നമസ്കാരത്തിലേക്കുമൊക്കെ വിശ്വാസികൾ കടക്കുക. പിന്നീട് അതിനുശേഷം ഓരോ പള്ളികളിലും ഈദ്ഗാഹുകളിലെയും സംബന്ധിച്ചുള്ള അവിടുത്തെ ഇമാമുകൾ അവരുടെ പ്രസംഗങ്ങൾ, ഖുതുബുകൾ നടത്തും. ശേഷം പ്രത്യേക പ്രാർത്ഥനയും ഉണ്ടാകും. പരസ്പര സഹോദര്യത്തിന് വേണ്ടിയും ലോക സമാധാനത്തിന് വേണ്ടിയുമുള്ള പ്രാർത്ഥനകളൊക്കെ തന്നെ ഉണ്ടാകും. അഭിന പിച്ചിറക്കലുണ്ട് കോഴിക്കോട് നിന്നും. അഭിന, കോഴിക്കോട് ഞാൻ നേരത്തെ പറഞ്ഞു വരികയായിരുന്നു, കാരണം മലബാർ മേഖലയിൽ ചെറിയ പെരുന്നാൾ അത്ര ചെറിയ പെരുന്നാൾ അല്ല, അത്യാവശ്യം വലുതാണ്. എങ്ങനെയാണ് അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ? നിസ്കാരത്തിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയാക്കിയോ വിശ്വാസികൾ? ആദ്യം തന്നെ കാളിദാസ്, കേരള വിഷൻ ന്യൂസിന്റെ പ്രേക്ഷകർക്കും അതുപോലെ തന്നെ കാളിദാസിനും ചെറിയ പെരുന്നാൾ ആശംസ നേരുന്നു. അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് കിണാശ്ശേരിയിലെ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിന് മുൻപിലാണ്. ഇതിന് തൊട്ടടുത്താണ് ഇവർ ഗ്രൗണ്ട് ഒരുക്കിയിട്ടുള്ളത്. ഈ ഗ്രൗണ്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉത്സവം നടക്കുകയാണ്. അതിനുള്ള പരിപാടികളെല്ലാം നടക്കുന്നതിനിടെയാണ് ഇന്ന് ഈദ്ഗാഹിനായിട്ടുള്ള ഒരു വേദി തുറന്നു കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ മലബാറിനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ കാര്യമല്ല ഈ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞത്. കാരണം ഇതിവിടെ സ്ഥിരമായിട്ടുള്ളതാണ്. ഇപ്പൊ ഞാനാണെങ്കിലും കാളിദാസ് ആണെങ്കിലും നമുക്കറിയാം, ഇവിടെ നമ്മളെല്ലാവരും വലിയൊരു ഒരുമയോട് കൂടിയാണ് നമ്മൾ ഏത് പരിപാടിയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത്. അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉത്സവ പരിപാടിക്കായി തുറന്നു കൊടുത്ത സ്റ്റേജും അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ശിവന്റെയും അതുപോലെ തന്നെ ശിവന്റെയും പാർവതിയുടെയും ദൃശ്യങ്ങളടക്കം കാണാം. അതിനിടെയാണ് ഈ ഒരു പള്ളി ഈ ഈദ്ഗാഹിനായി തുറന്നു കൊടുത്തിരിക്കുന്നത്. അത് വലിയൊരു കാര്യം തന്നെയായിട്ടാണ് ഇവരെല്ലാവരും കാണുന്നത്. കാരണം ഇത്രയും വലിയൊരു മതസൗഹാർദ്ദത്തിലൂടെ ഒരു ചെറിയ പെരുന്നാൾ കടന്നു പോവുക എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയൊരു സന്തോഷം അതിനേക്കാൾ വലിയ സന്തോഷം ഒന്നും പറയാനില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും കഴിഞ്ഞ 29 ദിവസത്തെ കഠിനവ്രതത്തിന് ശേഷം ഇപ്പോൾ ചെറിയ പെരുന്നാൾ ആഘോഷം അല്ലെങ്കിൽ ഇവിടെ ചെറിയ പെരുന്നാൾ ആഘോഷം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് അതിനായി ഇപ്പോൾ പെരുന്നാളായി നമസ്കാരത്തിനായി മതവിശ്വാസികൾ എല്ലാവരും തന്നെ ഈദ്ഗാഹുകളും പള്ളികളിലും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇവിടെ ഈ പ്രാർത്ഥനകളെല്ലാം തന്നെ ആരംഭിക്കും. അതിനായി ആളുകളെല്ലാം തന്നെ ഇപ്പോൾ കടന്നു വരികയാണ്. കിണാശ്ശേരി ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് പ്രാർത്ഥനകളെല്ലാം തന്നെ നടക്കുന്നത്. നമുക്കറിയാം, പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് രാവിലെ തന്നെ നമസ്കാരത്തിനെത്തുക, അതൊരു സൗഹൃദം ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അതൊരു വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. നമുക്ക് കണ്ടു നിൽക്കുന്നവരുടെ പോലും മനം നിറയ്ക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് അത് എന്നുള്ളത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ പ്രാർത്ഥനകളെല്ലാം തന്നെ ഇവിടെ ആരംഭിക്കും. കോഴിക്കോട് ബീച്ചിലും അതുപോലെ വിവിധ ഇടങ്ങളിലെ ഗ്രൗണ്ടുകളിലെല്ലാം തന്നെ ഇതിനായി സജ്ജീകരിച്ചിട്ടുണ്ട്. വലിയ സുരക്ഷയിൽ തന്നെയാണ് ഇവിടെ കാര്യങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെ ഉത്സവത്തിന്റെ ഭാഗമായതിനെ കൊണ്ട് ഇവിടെ ഈ പരിപാടികൾ, അതായത് ഈ നമസ്കാരത്തിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ അമ്പലത്തിലുള്ള ഭാരവാഹികളും അതുപോലെ തന്നെ പള്ളി കമ്മിറ്റിയിലുള്ള ആളുകളെല്ലാം തന്നെ ചേർന്ന് ഇപ്പോൾ ഏകദേശം ഇവിടെ ഈ നമസ്കാരത്തിനുള്ള സജ്ജീകരണങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും പ്രായമായവരെല്ലാവരും തന്നെ പ്രാർത്ഥനയ്ക്കായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം വൈകിട്ടുണ്ട്, കാരണം ഇന്നലെ ഉത്സവമായതിനാൽ തന്നെ ഇവിടെ സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ ഈ ധ്വനികൾ ഒരു സ്ഥലത്ത് നാരായണ മന്ത്രം, മറ്റൊരു സ്ഥലത്ത് തക്ബീർ ധ്വനികളെല്ലാം തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. ഏതായാലും കാളിദാസ് പറഞ്ഞോളൂ, കേൾക്കാം.
അഭിനയും അവിടെ ഇപ്പോൾ ആളുകളെല്ലാവരും തന്നെ ഇപ്പോൾ ഇവിടേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളെല്ലാവരും തന്നെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥനയ്ക്കായി. അതുപോലെ തന്നെ ഈ സ്നേഹാശംസകളും അതുപോലെ തന്നെ ആശംസകളെല്ലാം പകർന്ന് വീണ്ടും ഒരുമിച്ച് കണ്ടതിന്റെ സന്തോഷവും ഇവിടെ പങ്കുവെക്കുന്നുണ്ട്. ആദ്യം തന്നെ ഈദാശംസകൾ. നിങ്ങൾ ഒരുപാട് നാളിന് ശേഷം കാണുന്നതാണോ അല്ലെങ്കിൽ എന്താണ് പെരുന്നാളിന് പരിപാടി? ബന്ധുക്കളോടെ പോകണം, സുഹൃത്തുക്കളെ വീട്ടിൽ പോകണം, പായസം കുടിക്കണം. വളരെ വ്യത്യസ്തമായിട്ടൊരു കാഴ്ചയാണ് കാണുന്നത്. നമ്മൾ വരുമ്പോ തന്നെ ഈ അമ്പലത്തിന്റെ ഇന്നലെ ആകെ ഇതേനെ അവിടെ ഇന്ന് വളരെ സൗകര്യം ചെയ്ത് വ്യത്യസ്തമായിട്ട്. ഞാൻ 12 മണി വരെ വേണ്ടിയിരുന്നു. ഒരു കണ്ടമാൻ ഹാർഡ് വർക്ക് ചെയ്ത് കേട്ടോ. ഒരു ഇങ്ങനെ ആക്കി മാറ്റണമെങ്കിൽ ഇവിടെ ബാരിക്കേഡും മറ്റൊക്കെ കണ്ടിരുന്നല്ലേ, അതൊക്കെ ഒഴിവാക്കി സംഘാടകരെ നല്ല ശ്രമം നടത്തിയിട്ട് അങ്ങ് കോലത്തിലാക്കി. വളരെ സന്തോഷം, വളരെ സൗകര്യമായില്ലേ. കേരളാവിഷൻ ന്യൂസ്. ഓക്കെ, അപ്പൊ കേരളാവിഷൻ ന്യൂസിന്റെ വക ഒരു ചെറിയ പെരുന്നാൾ ആശംസകൾ. ഓക്കെ, താങ്ക് യു. അപ്പൊ അത് തന്നെയാണ്, എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉത്സവം നടക്കുകയായിരുന്നു. അതിനിടെയാണ് ഇങ്ങനെ ഒരു പരിപാടി നടക്കുകയും അതുപോലെ തന്നെ ഇന്ന് ഈ പെരുന്നാളാണ് എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അമ്പല കമ്മിറ്റിയിലുള്ള ആളുകൾ എല്ലാവരും തന്നെ നമ്മുടെ പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കൊടുത്തു. ഇവിടെ ബാരിക്കേഡെല്ലാം വെച്ച് മറച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. കാരണം ഉത്സവമായതിനെ കൊണ്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ അമ്പല കമ്മിറ്റിക്കാർ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ 11-12 മണിയോടുകൂടി തന്നെ ഈ പെരുന്നാൾ ആഘോഷത്തിന് അല്ലെങ്കിൽ പെരുന്നാൾ നമസ്കാരത്തിനായി ഈ ഒരു വഴി ഇങ്ങനെ ഇത്രയും വലിയ രീതിയിലേക്ക് ഈ ടാർപ്പറ്റ് എല്ലാം വിരിച്ച് കസേരെല്ലാം ഒതുക്കി വെച്ച് ഈ പെരുന്നാൾ നമസ്കാരത്തിനായി ഒരുക്കി നൽകിയിരിക്കുന്നത്. ഇപ്പോഴും നിരവധി ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ നമസ്കാരത്തിനായി. പ്രധാനമായും ഇന്ന് കുറച്ചു നേരം വൈകിയിരിക്കുകയാണ്. കാരണം ഈ ഒരു സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയാക്കാൻ സാധിക്കാത്തതാണ് ഇതിൻ്റെ ഒരു കാരണം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ഇനി വീടുകളിലെ ആഘോഷത്തിന് ശേഷം ബന്ധു വീട്ടുകളിലേക്ക് മലബാറിലെ ആഘോഷം ഒരിക്കലും തീരുന്നതല്ല. പറഞ്ഞാൽ തീരാത്ത അത്ര വലിയ ആഘോഷമാണ്. മറ്റൊരാളുടെ വീട്ടിലേക്ക് പോയി ഭക്ഷണം കഴിക്കുക, ഈ വലിയ രീതിയിലുള്ള ആഘോഷം, പടക്കം പൊട്ടിക്കുക, സുഹൃത്തുക്കളെ കാണാൻ പോവുക, അങ്ങനെ ഒരു സൗഹൃദം പുതുക്കൽ തന്നെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ പോലീസ് കർശനമായി നിരോധിച്ച കാര്യമാണ് ബൈക്കുകളിലെ അഭ്യാസ പ്രകടനം. എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ പെരുന്നാളിനെല്ലാം തന്നെ നമ്മൾ കണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ അഭ്യാസ പ്രകടനം പോലീസ് കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. അതിനായി പോലീസിന്റെ എല്ലാം തന്നെ സുരക്ഷ വലിയ രീതിയിൽ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ഉണ്ട്. ഇന്ന് പ്രധാനമായും പോലീസ് ഈ കോഴിക്കോട് നഗരത്തിൽ തന്നെ ഈ പരിശോധനകളെല്ലാം ശക്തമാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബൈക്കുകളിൽ യാത്ര ചെയ്യുന്നവരും ഇക്കാര്യം സൂക്ഷിക്കുക എന്നുള്ളതാണ് കാളിദാസ് ഇപ്പോൾ പറയാനാവുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇവിടെ പ്രാർത്ഥനകളെല്ലാം തന്നെ ആരംഭിക്കും. അതെ, തീർച്ചയായും അഭിന, എന്തായാലും മതസൗഹാർദ്ദം എന്നുള്ളത് നമുക്ക് കേരളത്തിലെ ജനങ്ങൾക്കത്ര പുത്തരിയല്ല. നമ്മൾ കണ്ട് ശീലിച്ച ഒരു കാര്യം കൂടിയാണ് അമ്പലം പള്ളിക്കായി സൗകര്യം ചെയ്തു കൊടുക്കുക. ഇപ്പോൾ തന്നെ ഈ ഒരു കിനാശ്ശേരിയുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം അവർക്കും ആശങ്കയുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു വിശ്വാസികൾക്കും ആശങ്കയുണ്ടായിരുന്നു അവർക്ക് നിസ്കരിക്കാൻ സാധിക്കുമെന്നുള്ളത്. അഭിന, മറ്റൊരു കാര്യം കൂടെ ഒന്ന് ചോദിക്കേണ്ടതാണ്. കാരണം അഭിനയും കോഴിക്കോടുകാരിയാണ്, ഞാനും കോഴിക്കോടുകാരനാണ്. ഞാനൊക്കെ പണ്ട് ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു സമയം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊക്കെ ഈ ഹിന്ദു വിശ്വാസികൾക്ക് വിഷു ഒക്കെ വരുന്ന പോലെയാണ് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു പെരുന്നാൾ, ചെറിയ പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞത്. ഇതിന് ശേഷം ഈ ഒരു നിസ്കാരത്തിന് ശേഷം അവർക്ക് കുറച്ച് കാശൊക്കെ കിട്ടും, പിന്നെ അവരുടെ ചെലവിലാണ് നമ്മൾ ആ ഒരു ദിവസം. അഭിനയ്ക്ക് എങ്ങനെയാണ് ഈ ഒരു ഈദ് ഓർമ്മകൾ? തീർച്ചയായും കാളിദാസ്, ഈ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഒരുപാടുണ്ട്. കാരണം നമ്മളൊക്കെ വളർന്ന ചുറ്റുപാട് അല്ലെങ്കിൽ പഠിച്ച സാഹചര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരിക്കലും എന്താ പറയുക, ഇതുപോലുള്ള ആളുകളുമായിട്ടുള്ള കൂട്ടുകെട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു മതസൗഹാർദ്ദം എന്നുള്ളത് അതിലൊരു ഒരു 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 പ്രത്യേകത, അല്ലെങ്കിൽ അതിൽ ആ ഒരു പ്രത്യേകത അതിനകത്ത് കാണുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ അങ്ങനെയാണ് ജീവിച്ചു വളർന്നത്. നമ്മുടെ വീട് തന്നെ ആയിരുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനമായും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യം.
അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പള്ളികളിലാണെങ്കിലും പള്ളികളിൽ പോയി ഈ നമസ്കാരത്തിൻ്റെ ഇടയിലും അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ഭക്ഷണങ്ങളാണെങ്കിലും നോമ്പുതുറ സമയത്താണെങ്കിലും അവിടെ നിന്നുള്ള ഭക്ഷണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അന്നും വളരെ പ്രിയപ്പെട്ടതായിരുന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ പ്രാർത്ഥനകളിലെല്ലാം പങ്കുചേരുക, അത്ര ഓർമ്മകളൊക്കെ ഇപ്പോഴും ഞാനിങ്ങനെ ഓർത്തു വെക്കാറുണ്ട്. അതുപോലെ തന്നെ നോമ്പുതുറ സമയത്ത് നമ്മൾ നോമ്പെടുക്കുന്നില്ലെങ്കിൽ പോലും അവരുടെ ഭക്ഷണം കഴിക്കുക, ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക, അതൊക്കെ വലിയൊരു ഓർമ്മകൾ തന്നെയാണ്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടായ്മ, എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇവർക്കിടയിൽ ഒരു കൂട്ടായ്മയുണ്ട്. ഒരു നിരവധി കുട്ടികളും അതുപോലെ തന്നെ കുടുംബക്കാരും എല്ലാവരും ഒരുമിച്ച് ചേരുന്ന ഒരു സന്ദർഭമാണ്. അത് തറവാടുകളിലാണ് പ്രധാനമായിട്ടും കൂടിച്ചേരുക. അതിലേക്ക് നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ അതിനേക്കാൾ ഒരു കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ അത്രയേറെ സന്തോഷവും വലിയ ഒരു ആഹ്ലാദവും ഒരു പെരുന്നാൾ ആഘോഷം എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഒരു ആഘോഷം തന്നെയാണ്. ഇപ്പോൾ മെഹറൂഫ് മണലോടിയുണ്ട്, അദ്ദേഹം പ്രാർത്ഥനയ്ക്കായി എത്തിയിട്ടുണ്ട്. ഏതായാലും നിരവധി ആളുകളാണ് ഇവിടേക്ക് ഈ പ്രാർത്ഥനയ്ക്കായി എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അല്പസമയത്തിനകം തന്നെ മെഹറൂഫ് മണലോടിയെ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കാം. കാളിദാസ് പറയുന്നത് പോലെ തന്നെ ഇവിടുത്തെ ആഘോഷങ്ങളൊന്നും തീരുന്നില്ല. ഇവിടെ ആഘോഷങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമായിരിക്കും ഇനി ആഘോഷ പരിപാടികളെല്ലാം തന്നെ ആരംഭിക്കുക. അതുപോലെ തന്നെ ഈ പെരുന്നാൾ നമസ്കാരത്തിനായി എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കൊടുത്ത അമ്പല കമ്മിറ്റിക്കാരും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഇവർ തന്നെയാണ് ഒരുക്കി നൽകിയിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാതെ കൃത്യമായ രീതിയിലാണ് അമ്പല കമ്മിറ്റിക്കാർ ഇതിനുള്ള ഒരു നടപടികളെല്ലാം തന്നെ നടത്തി കൊടുത്തത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഏതായാലും ഇരു കൂട്ടരും നല്ല രീതിയിൽ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് എന്നാണ്. ശരി അഭിന, എന്തായാലും അഭിനയിലേക്ക് ഇനി എത്താം. നമുക്കിനിയിപ്പം തിരുവനന്തപുരം കൊച്ചിയും ഒക്കെ ഒന്ന് പോയി വരാനുണ്ട്. നമ്മൾ ഇനിയിപ്പോ തിരുവനന്തപുരത്തേക്ക് ഒന്ന് പോവുകയാണ്. വിഷ്ണു കരുണാകരനുണ്ട് അവിടുന്ന്. വിഷ്ണു, അവിടെ എങ്ങനെയാണ് തലസ്ഥാനത്ത് ഇപ്പോൾ ഈദ്ഗാഹുകൾ ഒക്കെ ഒരുങ്ങിയിരിക്കുന്നു? അവിടെ നമസ്കാരങ്ങളൊക്കെ മെല്ലെ ആരംഭിക്കുന്നു. തക്ബീർ ഇങ്ങനെ മുഴങ്ങുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് ഈദ്ഗാഹുകൾ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ പാളയം പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള ഈദ്ഗാഹിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തിരുവനന്തപുരം പാളയത്ത് തന്നെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലാണ് ഈദ്ഗാഹ് ഒരുങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ആയിരക്കണക്ക് വിശ്വാസികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ ഈദ്ഗാഹ് 7:30 തന്നെ ആരംഭിക്കും. ആ സമയത്തേക്ക് എത്തുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഇവിടെ പ്രാർത്ഥനയുണ്ടാകും. അതിനുശേഷം ആണ് ഒന്നിച്ച് സന്തോഷത്തോടെ കൈകൊടുത്ത് പിരിയുകയാണ് പതിവ്. ഏതായാലും പെരുന്നാളിന്റെ ആ ഒരു ആഘോഷം, ചെറിയ പെരുന്നാൾ ആഘോഷം വലിയ രീതിയിൽ ഒരു ഉത്സവമാക്കി മാറ്റുന്ന പ്രതീതി തന്നെയാണ് എല്ലാ കൊല്ലവും തിരുവനന്തപുരത്തുള്ളത്. അങ്ങനെ തന്നെയാണ് ഇത്തവണയും തിരുവനന്തപുരത്ത് പാളയം പള്ളിയോട് ചേർന്നുള്ള ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തില് ഒരുക്കിയിരിക്കുന്ന ഈദ്ഗാഹിലും കാണാൻ സാധിക്കുന്നത്. നിരവധി ആളുകൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടെ തന്നെ ഇവിടെ ഈദ്ഗാഹിൽ പങ്കെടുക്കാനായി ഇവിടെ വിശ്വാസികൾക്കായുള്ള സ്ഥലം തയ്യാറാക്കി കഴിഞ്ഞ ദിവസം തന്നെ എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രായമായവർക്കും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കും കസേരകളിട്ട് അവർക്ക് ഇതിൽ പങ്കെടുക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും പാളയം ഇമാം സുഹൈബ് ബൗലയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഈദ്ഗാഹിൽ പ്രാർത്ഥന നടക്കുക. ഏതായാലും പ്രമുഖരടക്കമുള്ള നിരവധി ആളുകൾ ഇവിടെ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. എല്ലാ വർഷവും, കഴിഞ്ഞ വർഷവും അതുപോലെ തന്നെയായിരുന്നു. ഏതായാലും വിശ്വാസികൾ വലിയ സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഒരു ദിവസം തന്നെയാണ് ചെറിയ പെരുന്നാൾ. പള്ളികളിലെയും ഈദ്ഗാഹിലെയും പ്രാർത്ഥനയ്ക്കെല്ലാം ശേഷം സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിച്ചും പുതിയ വസ്ത്രങ്ങൾ ധരിച്ചുമൊക്കെ വിശ്വാസികൾ ഇന്ന് ആഘോഷമാക്കാനാണ് തീരുമാനം. ഏതായാലും റംസാനിലെ 29ാം ദിവസം നീണ്ട വ്രതശുദ്ധിയുടെ ദിനരാത്രങ്ങൾക്ക് ശേഷം എത്തുന്ന ചെറിയ പെരുന്നാൾ ആഘോഷമാണ് ഇന്ന് ഇപ്പോൾ നടക്കുന്നത്. പെരുന്നാളിന് പുത്തൻ വസ്ത്രങ്ങളെല്ലാം ധരിച്ച് ഓരോരുത്തരുടെയും മനസ്സുകൂടി പുതുവത്തനാക്കുന്ന ഒരു ദിവസം കൂടിയാണ്. പ്രാർത്ഥനകൾ മുഴുകിക്കൊണ്ടാണ് ഇവരെല്ലാവരും ഈ ഈദ്ഗാഹിൽ പങ്കെടുക്കുന്നത്. ഏതായാലും വലിയൊരു വിശ്വാസികളുടെ കൂട്ടം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏറെ നേരം തന്നെ കാത്തിരുന്ന് തയ്യാറായിരിക്കുകയാണ് എല്ലാവരും. 7:30 തന്നെ ഈദ്ഗാഹിൽ പ്രാർത്ഥന ആരംഭിക്കും.
അതിനുശേഷം നിസ്കാര ചടങ്ങുകൾ ഉണ്ടാകും. അതിനുശേഷം പാളയം ഇമാം സുഹൈബ് മൗലവി അവരോട് സംവദിക്കും. അതിന് പിന്നാലെയാണ് എല്ലാവരും വീടുകളിലേക്ക് മടക്കുക. വീടുകളിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ ഇന്നൊരു ആഘോഷം തന്നെയാണ്, വലിയൊരു ഉത്സവ പ്രതീതിയാണ് ഈ ദിവസം. അങ്ങനെ വീടുകളിലേക്ക് പോവുകയും പിന്നെ ഈ പെരുന്നാളിന് ഒരു തരത്തിലും ദാരിദ്ര്യം ഉണ്ടാകരുത് എന്നൊരു താല്പര്യം പ്രത്യേകിച്ചും ഈ വിശ്വാസികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ എല്ലാം പള്ളികളിൽ ചക്കാത്ത് വിതരണമെല്ലാം നടന്നിരുന്നു. എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കും. അതോടൊപ്പം എല്ലാവർക്കും സന്തോഷമുള്ള ദിവസമായിരിക്കണം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് രാവിലെ എല്ലാവരും ഈദ്ഗാഹുകളിലും പള്ളികളിലും നിസ്കരിക്കാനായി എത്തുന്നത്. ഈദ്ഗാഹിൽ നല്ല തിരക്കുണ്ട്. 2 വശമായി തരംതിരിച്ചാണ് ഇവിടെ ഈദ്ഗാഹ് നടത്തുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ഏതായാലും ഈ തിരുവനന്തപുരത്ത് ഇവിടെ മാത്രമല്ല മറ്റ് പല പ്രദേശങ്ങളിലും ഈദ്ഗാഹുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പള്ളികളിലും നിസ്കാര ചടങ്ങുകളുണ്ട്. പാളയത്താണ് ഏറ്റവും കൂടുതൽ. ഹലോ 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 വിഷ്ണു ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. കാരണം ഇപ്പോൾ ഈ ഒരു പരസ്പര സാഹോദര്യം, ലോക സമാധാനം ഒക്കെയാണ് ഏറ്റവും പ്രധാനമായും ഈ ഒരു പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം പ്രധാനമായും ഉള്ളൊരു സന്ദേശം ഉണ്ടാവുക, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു പ്രത്യേക പ്രാർത്ഥന എല്ലാ കൊല്ലവും ഉണ്ടാവും. പക്ഷെ ഇത്തവണ ഏറ്റവും അധികം പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ലഹരിക്കെതിരെ പോരാടുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലഹരി വിരുദ്ധ സന്ദേശം കൂടി ഇത്തവണത്തെ ഈ ഒരു നമസ്കാരത്തിന് ശേഷമുള്ള ഒരു പ്രത്യേക പ്രാർത്ഥനയിൽ ഓരോ പള്ളികളിലെയും ഈദ്ഗാഹുകളിലെയും ഇമാമുകൾ ഉൾപ്പെടുത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ? അത്തരത്തിലുള്ള ഒരു തയ്യാറെടുപ്പുണ്ട്. അതായത് ലഹരി വലിയൊരു രീതിയിൽ സംസ്ഥാനത്തെ മാത്രമല്ല രാജ്യത്തെയൊക്കെയും വലിയ രീതിയിൽ വ്യാപിച്ച് പിടികൂടിയിരിക്കുകയാണ്. യുവാക്കളിൽ കൂടുതൽ ലഹരിയുടെ ഉപയോഗം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ അതിനെതിരെയുള്ള ഒരു പ്രചാരണം ഇന്നും ഈ ചടങ്ങുകളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും സംസ്ഥാനത്തെ എല്ലാ പള്ളികളും അതോടൊപ്പം തന്നെ പല ഈദ്ഗാഹുകളിലും എല്ലാം ഇക്കാര്യം സംസാരിക്കും. ഏതായാലും ഇന്ന് ചടങ്ങിൽ പ്രത്യേകിച്ചും ഈ ലഹരി വിരുദ്ധ പ്രചാരണം എന്തായാലും ഉണ്ടാകും. ലഹരി ദുരുപയോഗം ചെയ്യുന്നത് ഒഴിവാക്കുക എന്നുള്ളത് യുവാക്കളിൽ ബോധവൽക്കരണം നടത്തുമെന്നുള്ള കാര്യത്തിൽ വളരെ വ്യക്തമാണ്. അതുമായി ബന്ധപ്പെട്ട വിവരവും ലഭിക്കുന്നുണ്ട്. ശരി വിഷ്ണുവിലേക്ക് ഞാൻ ഇപ്പോൾ തിരിച്ചെത്താം. നമ്മൾ ഒന്ന് കോഴിക്കോടേക്ക് ഒന്ന് പോയി വരുന്നു. അഭിന, ഇപ്പോൾ എങ്ങനെയാണ് അവിടെ നമസ്കാരങ്ങളൊക്കെ ആരംഭിക്കുന്നു? അവിടെ എങ്ങനെയാണ് തയ്യാറെടുപ്പുകൾ? എനിക്ക് തോന്നുന്നു അമ്പല കമ്മിറ്റിക്കാരും ഒപ്പം ഈ ഒരു തയ്യാറെടുപ്പുകളുടെ ഭാഗമായി ഇപ്പോൾ അഭിനയുടെ കൂടെ ഉണ്ടെന്ന് അറിയാൻ സാധിക്കുന്നു. തീർച്ചയായും കാളിദാസ്, ഇപ്പോൾ ഇവിടെ നമസ്കാരങ്ങൾ ആരംഭിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനായി നേതൃത്വം നൽകിയ അമ്പല കമ്മിറ്റിക്കാരും അതുപോലെ തന്നെ മറ്റ് ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പ്രാർത്ഥനകളെല്ലാം തന്നെ ആരംഭിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അമ്പല കമ്മിറ്റി ഭാരവാഹി നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട്. ചേട്ടാ പേരെന്താ? സുധാകരൻ. ഓക്കെ ചേട്ടാ, വളരെ വ്യത്യസ്തമായ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് നിങ്ങൾ ആദ്യം പറഞ്ഞത് ഇവരോട്? ഈ ഒരു പെരുന്നാള് നമ്മളെ ഈ പെരുന്നാളും ഇതും കൂടി ഒപ്പരം വരികയാണ് ഉത്സവം. ഞങ്ങളുടെ ഉത്സവം എന്ന് പറഞ്ഞാൽ മാർച്ച് 30 മുതൽ ഏപ്രിൽ 4 വരാട്ടെ ഞങ്ങൾ എല്ലാ വർഷങ്ങളോളം നടത്തി കൂടുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഉത്സവം വന്നപ്പോൾ അവർക്കൊരു വേദന ഉണ്ടാകരുത്. നമ്മൾ ഇത്രയും കാലങ്ങളോളം വളർന്നു പോകുന്നത് നമ്മളെ തലമുറകളും അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ നമ്മളെ ഏട്ടന്മാരായാലും ഭാരവാഹികളായാലും അന്ന് നമ്മളെ ഓൾക്ക് കാണിച്ചു തന്ന മാതൃക ഇതാണ്. കാരണം നമ്മളെ സ്നേഹിക്കുക, നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുക, ആ രീതിയിൽ തന്നെ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്. ഞങ്ങൾ അവരായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇങ്ങനെ അപ്പോൾ നിങ്ങൾ എന്താ വേണ്ടത് ഞങ്ങൾ ചെയ്തുതരാം, നിങ്ങൾക്ക് ഒന്നും ബേജാറാണ്ട, നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ അപ്പോൾ ഞങ്ങൾക്ക് അപ്പോൾ ഞങ്ങൾ ഇവിടെ എല്ലാം കെട്ടി അത് അങ്ങോട്ട് കൂടി മാറ്റമൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഇന്നലെ രാത്രി 12 മണി വരെ ഞങ്ങളിവിടെ ഉണ്ടായി. ഇന്നിപ്പോൾ പോലെ പരിപാടിക്ക് ഞങ്ങളിവിടെ രാവിലെ ഇവിടെ എത്തി. ഞങ്ങൾ കുളിച്ച് കൂട്ടപ്രാർത്ഥന കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയാണ്. ഇപ്പോൾ ഇത് കഴിയണ വരെ ഞങ്ങളിവിടെ ഉണ്ടാവും. ഇത് കഴിഞ്ഞാൽ ഞങ്ങളെ ഇന്ന് മുതൽ വിഷയമാണ്. അന്നദാനം ആണ്. 5000 ആളുകളോട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ അവിടെ ഉണ്ടാവും.
അപ്പോൾ ഇവരെല്ലാവരും നമ്മൾ അങ്ങോട്ട് വിളിക്കും, ഇവർ ഞങ്ങളെ കൂടെ വരും, ഞങ്ങൾ അങ്ങോട്ടും പോകും. ഞങ്ങൾക്ക് നോലും പാനും കൊണ്ട് മറ്റുള്ള കഴിച്ചില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും പോകും. അങ്ങനെയാണ് ഞങ്ങളിവിടെ ഇത്രയും കാലം നടന്നു വരുന്നത്. അത് വർഷങ്ങളോളായി നടന്നു വരുന്നത്. ഇനിയും ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ജീവനും നമ്മളെ കുട്ടികൾക്കും ഇതന്നെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടം ലോകത്തിനൊരു മാതൃകയാണ് നമ്മളെ കിണാശ്ശേരി പള്ളിയറക്കൽ അമ്പലവും കിണാശ്ശേരിയിലെ മറ്റുള്ള മതസ്ഥരും. അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ പരിപാടി നടത്തലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും നമ്മൾ നേരെയാണ്, പെരുന്നാൾ ആശംസകൾ നേരെയാണ്. പിന്നെ നിങ്ങളെല്ലാവരും, നിങ്ങൾക്ക് ഇവിടുന്ന് ചായ ഒന്നും കിട്ടൂല, ഞങ്ങൾ ഊട്ടുപോരയിൽ ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. മീഡിയ പ്രവർത്തകർക്ക് എല്ലാവർക്കും അങ്ങോട്ട് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. തീർച്ചയായും താങ്ക് യു സോ മച്ച്. അപ്പോൾ കാളിദാസ്, കേരള സ്റ്റോറി അഭിന, റിയൽ കേരള സ്റ്റോറി. റിയൽ കേരള സ്റ്റോറി. അപ്പോൾ നമുക്കിനി പ്രാർത്ഥനയിലേക്ക് ഒന്ന് പോയിട്ട് വരാം കാളിദാസ്. തീർച്ചയായും. എന്തായാലും അവിടെ നിസ്കാരങ്ങളെല്ലാം ആരംഭിച്ചു. ഇത് പ്രമാണിച്ചുള്ള പെരുന്നാൾ നിസ്കാരമാണ് പ്രധാനമായും നടക്കുന്നത്. ഇപ്പോൾ ആ ഒരു നിസ്കാരത്തിന് ശേഷം നിസ്കാരത്തിന് ശേഷം പിന്നീട് പ്രത്യേക പ്രാർത്ഥനകളും എല്ലാം ഉണ്ട്. നമ്മൾ തിരുവനന്തപുരത്തേക്ക് ഒന്ന് പോവുകയാണ്. വിഷ്ണു ഉണ്ട്. വിഷ്ണു, അവിടെ ഇത് നിസ്കാരമൊക്കെ ആരംഭിച്ചു അല്ലേ? കാളിദാസൻ, ഏതായാലും ചടങ്ങുകൾ ഉടൻ തന്നെ ആരംഭിക്കും. 7:30 ഇവിടെ നിസ്കാര ചടങ്ങുകൾ ആരംഭിക്കുന്നത്. പാളയം ഇമാം സുഹൈബ് മൗലവിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഏതായാലും വലിയ ആഘോഷമാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ചെറിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട് എല്ലാവരും തയ്യാറെടുപ്പിലാണ്. വളരെ സന്തോഷത്തോടെയാണ് ഏറെ പേര് വന്നിരിക്കുന്നത്. വളരെ വിശ്വാസത്തോടെയാണ്. ഒരുപാട് ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുണ്ട്. അതുപോലെ തന്നെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ട്. ഓരോ കാര്യങ്ങൾക്കായുള്ള പ്രാർത്ഥന, അതെല്ലാം കൊണ്ടാണ് ഓരോരുത്തരും ഇവിടെ ഈദ്ഗാഹിനെത്തിയിരിക്കുന്നത്. നിരവധി ആളുകളാണ്, ആയിരക്കണക്ക് ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഈദ്ഗാഹിന്റെ ചടങ്ങുകൾ ആരംഭിക്കും. ഉടൻ ആരംഭിക്കുന്ന ചടങ്ങുകളാണ്. അതിനുശേഷം നിസ്കാരം പൂർത്തിയായതിനു ശേഷം സുഹൈബ് മൗലവി പ്രതികരിക്കും മാധ്യമങ്ങളോട്. ഏതായാലും വലിയ രീതിയിലുള്ള ഈ ആഘോഷം ഇന്ന് എല്ലാ വീടുകളിലും ഉണ്ടാകും. വിശ്വാസികളുടെ വിരുന്നൊരുക്കുന്ന സാഹചര്യമുണ്ട്. ഇന്ന് എല്ലാവരും വീടുകളിലേക്ക് മടങ്ങും. അതിനുശേഷം വീടുകളിൽ വിരുന്നൊരുക്കി ഈ ഒരു ചെറിയ പെരുന്നാളിനെ വരവേൽക്കും. പ്രാർത്ഥനകൾക്ക് ശേഷം ഇന്ന് എല്ലാവരും സ്വന്തം വീടുകളിലാണ് ആഘോഷിക്കുന്നത്. ഏകദേശം 1 മാസം അടുപ്പിച്ചുള്ള 1 മാസത്തെ വ്രതത്തിന് ശേഷമാണ് എന്താ ചെറിയ പെരുന്നാൾ ആഘോഷം. ഈ കാലഘട്ടത്തിലെല്ലാം ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ദിവസങ്ങളായിരുന്നു. അതോടൊപ്പം സാഹോദര്യത്തിന്റെയും സഹായങ്ങളുടെയും ദിവസമായിരുന്നു. അതിനെല്ലാം ശേഷമാണ് ഈ ഒരു ആഘോഷ ദിവസത്തിലെത്തി നിൽക്കുന്നത്. ഈ ദിവസം എത്തുമ്പോൾ തന്നെ സഹജീവികളോട് കൂടുതൽ സ്നേഹം പുലർത്തുക എന്നുള്ള സന്ദേശം തന്നെയാണ് പ്രധാനമായും ഈ വിശ്വാസികൾക്കുള്ളത്. അതോടൊപ്പം തന്നെ ആരും പട്ടിണി കിടക്കരുത് എന്നുള്ള ഒരു പ്രധാന ഒരു ആവശ്യം ഇവർക്കുണ്ട്. എല്ലാ വീടുകളിലും പരസ്പരം ഭക്ഷണം വിതരണം ചെയ്തും അതോടൊപ്പം തന്നെ പുത്തൻ ഉടുപ്പുകൾ ധരിച്ചും ഒക്കെ ഈ ദിവസത്തെ വരവേൽക്കുകയാണ്. എല്ലാം പുതിയൊരു മാറ്റത്തിന്റെ തുടക്കമായാണ് ഈ ചെറിയ പെരുന്നാൾ ദിവസത്തെ കാണുന്നത്. ഈ ലഹരി വിരുദ്ധ പരിപാടികളുടെ ഭാഗമായുള്ള ബോധവൽക്കരണവും ഇത്തവണ ഉണ്ടാകും. ഏതായാലും നല്ല രീതിയിലുള്ള ഒരു പിന്തുണ തന്നെയാണ് പൊതുസമൂഹത്തോട് ഇവർ കാണിക്കുന്നത്. വലിയ വിശ്വാസികളുടെ ഒരു ദിവസം കൂടി തന്നെയാണ്. ഏതായാലും ഇപ്പോൾ ഇനി അല്പസമയങ്ങളിനുള്ളിൽ തന്നെ 5 മിനിറ്റിനുള്ളിൽ തന്നെ ഈദ്ഗാഹിൽ മാത്രമല്ല പള്ളികളിലുമെല്ലാം പ്രാർത്ഥന ആരംഭിക്കും. അതിനുശേഷം മറ്റു ചടങ്ങുകൾ പൂർത്തിയാക്കിയതിനു ശേഷം എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇവിടെ നിന്ന് മടങ്ങും. പിന്നെ വീടുകളിലാണ് ബാക്കി ആഘോഷ പരിപാടികളെല്ലാം ഉണ്ടാകുന്നത്. ശരി വിഷ്ണുവിലേക്ക് എന്തായാലും തിരിച്ചെത്താം. അവിടെ നിസ്കാരങ്ങളെല്ലാം പുരോഗമിക്കട്ടെ. നമുക്കിനിയിപ്പോൾ കൊച്ചിയിലേക്ക് പോകുന്നു. അവിടെ രേണുക രാജേന്ദ്രനുണ്ട്. രേണുക, ഇപ്പോൾ എവിടെ നിന്നാണ് ഇപ്പോൾ രേണുക ചേരുന്നത്? എങ്ങനെയാണ് അവിടുത്തെ ഒരുക്കങ്ങൾ? അവിടെ ആരംഭിച്ചോ നിസ്കാരമെല്ലാം?
ആദ്യം തന്നെ കാളിദാസ് കേരള വിഷൻ ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് കലൂർ സ്റ്റേഡിയത്തിലാണ്. ഇവിടെ ഈദ്ഗാഹുക്കൾ പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട്. ഒരു കൂട്ടം മതവിശ്വാസികളുടെ ഒരു ചെറിയ പെരുന്നാൾ ആശംസകൾ കൂടിയാണ് ഇന്ന്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇമാം സുബൈർ പീഡിക്കൽ ഇമാമിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ പരിപാടികൾ അല്ലെങ്കിൽ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഒരു മനസ്സ് നിറഞ്ഞൊരു രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു മാസത്തെ 29 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം ഈ പെരുന്നാൾ ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു വിശ്വാസ സമൂഹം എന്ന് പറയാൻ. ഒരുക്കങ്ങളുമെല്ലാം ഗംഭീരമായി തന്നെ നടക്കുന്നുണ്ട്. ചടങ്ങുകളൊക്കെ ഗംഭീരമായി തന്നെ നടക്കുന്നുണ്ട്. പുതുകോടിയും അതോടൊപ്പം തന്നെ പെരുന്നാൾ ദിന ആശംസകളുമെല്ലാം ആയിട്ട് ഈ ചെറിയ പെരുന്നാളും വളരെ മികച്ച രീതിയിൽ തന്നെ പോകുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതോടൊപ്പം തന്നെ ഈ ഒരു പെരുന്നാളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റു വർഷങ്ങളിലുണ്ടായ പെരുന്നാളുകളെ വെച്ച് നോക്കുമ്പോൾ ഇത്തവണ ഈ പള്ളികളിലെ പ്രഭാഷണ ബോധവൽക്കരണ ക്ലാസ്സുകളിൽ പോലും ലഹരിക്കെതിരായ ഒരു കാര്യത്തെ കൂടി പറ്റി പറയുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിൽ ഈ ഒരു പെരുന്നാൾ ദിനത്തിൽ എല്ലാവരും മതസൗഹാർദ്ദത്തോടെ അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടെ സ്നേഹം നിറഞ്ഞ ഒരു പെരുന്നാൾ തന്നെയാണ് ഇക്കൊല്ലവും നടക്കുന്നത്. ഹൃദയശക്തിയുടെ ഒരു പെരുന്നാൾ എന്നും കൂടെ വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. 29 ദിവസത്തെ ഒരു വ്രതാനുഷ്ഠാനം എന്ന് പറയുമ്പോൾ ശരീരത്തിനെയും മനസ്സിനെയും ഒരേപോലെ ദൈവത്തിൽ അർപ്പിച്ച് അല്ലെങ്കിൽ നമ്മൾ വളരെ മികച്ച രീതിയിൽ തന്നെ ശരീരത്തിനെയും മനസ്സിനെയും ഒരേപോലെ തന്നെ ദൈവത്തിൽ അർപ്പിച്ച് ആ രീതിയിൽ എടുക്കുന്ന ഒരു വ്രതം കൂടിയാണ് ഈ റമളാൻ വ്രതം എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. സാധു മുതലാളി വിവേചനമില്ലാതെ എല്ലാവർക്കും ഈ പെരുന്നാൾ ദിനത്തിൽ പങ്കുചേരാൻ കഴിയും. അതോടൊപ്പം തന്നെ ഒരു മാസം നീണ്ടുനിന്ന ഈ വ്രതാനുഷ്ഠാനത്തിൽ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒരു വിരുന്ന് ഊട്ടുക കൂടിയാണ് ഇന്ന് ഈ ചെറിയ പെരുന്നാളിലൂടെ എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിങ്ങനെ ഈ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും അല്ലെങ്കിൽ കേരളത്തിൻ്റെ എല്ലാ പ്രധാന സ്ഥലങ്ങളിലും ഈ ഒരു ഈദ്ഗാഹുക്കൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ചെറിയ പെരുന്നാളിൻ്റെ വിശേഷങ്ങളെല്ലാം നടക്കുകയാണ്. ഇപ്പോൾ കലൂർ സ്റ്റേഡിയത്തിൽ ഈദ്ഗാഹുക്കളുടെ ചടങ്ങ് അവസാനിച്ചിരിക്കുന്നു. ഇനി ഇമാമിൻ്റെ നേതൃത്വത്തിലേക്കുള്ള പ്രഭാഷണ ചടങ്ങുകളിലേക്കാണ് കടക്കുന്നത് വിശ്വാസി സമൂഹം. ഇമാമിൻ്റെ നേതൃത്വത്തിന് ഫ്ലെക്സുകളിൽ വളരെ വ്യക്തമായി കാണാൻ കഴിയും. ലഹരി വിരുദ്ധ ഒരു ക്യാമ്പയിൻ കൂടി തന്നെ നടത്തുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈദ്ഗാഹുക്കളിലെല്ലാം പങ്കെടുത്ത് വിശ്വാസി സമൂഹം ഈ ലഹരി ക്ലാസ്സുകൾക്ക് അല്ലെങ്കിൽ ഈ ലഹരി വിരുദ്ധ ക്ലാസ്സുകളെ പറ്റി മനസ്സിലാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു നീണ്ട കഠിന വ്രതത്തിന് ശേഷം ഈ ഒരു മാസം അല്ലെങ്കിൽ ഈ ഒരു ദിവസത്തെ പെരുന്നാളിന് ഒരു വലിയ പ്രത്യേകത കൂടിയുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നു. എല്ലാവരും ആഘോഷങ്ങളും അല്ലെങ്കിൽ ജാതി മത ഭേദമന്യേ ഈ ചെറു പെരുന്നാൾ കേരളത്തിൽ ഒട്ടാകെ ആഘോഷിക്കുന്നുണ്ട്. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെ ഒരു മധുരം നിറഞ്ഞൊരു പെരുന്നാൾ തന്നെയാണ് ഇക്കൊല്ലവും ചെറിയ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ എന്ന് വേണം പറയാനുള്ളത്. അതോടൊപ്പം തന്നെ പെരുന്നാൾ നമസ്കാരങ്ങളും ഗാസിമാരുടെ മതനേതാക്കന്മാരുടെയും പ്രഭാഷണങ്ങളെല്ലാം കഴിഞ്ഞ് ഈദ്ഗാഹുക്കളെല്ലാം കഴിഞ്ഞ് ഒരു ആലിംഗനം കഴിഞ്ഞ് ഒരു കെട്ടിപ്പുണർന്നതിന് ശേഷം എല്ലാവരും വീടുകളിലേക്ക് മടങ്ങുകയും അതോടൊപ്പം തന്നെ ഈ ചെറിയ പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഉള്ളവനും ഇല്ലാത്തവനും എന്നൊരു രീതിയിലേക്ക് ഒരു വിവേചനം പാടില്ല എന്നത് ഇസ്ലാമിക് സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമായി തന്നെ കരുതേണ്ട ഒരു സംഭവം തന്നെയാണ്. കാരണം ജാതി മത ഭേദമന്യേ ഉള്ളവനും ഇല്ലാത്തവനും ഈ പെരുന്നാളിൽ പങ്കെടുക്കാം. ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും പ്രത്യേകത കൂടി അത് തന്നെയാണ്. കാരണം മറ്റാരും വിശന്ന് കടക്കാൻ പാടില്ല. നമ്മൾ കഴിക്കുന്നതിനൊപ്പം തന്നെ മറ്റുള്ളവർക്കും ഭക്ഷണം കൃത്യമായി എത്തുന്നുണ്ടെന്ന് അറിയുന്നതാണ് ഈ പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ പൂർണ്ണത എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. പെരുന്നാൾ നമസ്കാരങ്ങളിലേക്കൊക്കെ കടക്കുന്നുണ്ട്. ഇനി ഈ മതപണ്ഡിതന്റെ അല്ലെങ്കിൽ ഇമാമിന്റെ നേതൃത്വത്തിലേക്കുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളിലേക്കാണ് കാളിദാസ് കടക്കുന്നത്. രേണു പറഞ്ഞത് ഞാൻ ഒന്നും കൂടെ ഒന്ന് എടുത്തു പറയാണ്. കാരണം ദരിദ്രനെന്നില്ല, അല്ലെങ്കിൽ പണ്ഡിതനെന്നില്ല, പാമരനില്ല, ദരിദ്രനില്ല, ധനികനില്ല, അങ്ങനത്തെ യാതൊരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതാണ് ഓരോ പെരുന്നാളിനെയും സംബന്ധിച്ച് ഉള്ള ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആരും പട്ടിണി കിടക്കാൻ പാടില്ല എന്നുള്ളിടത്താണ് ഈ പെരുന്നാളിനെ സംബന്ധിച്ചുള്ള ഓരോ ചടങ്ങുകളും അല്ലെങ്കിൽ ഫിത്ർ സക്കാത്ത് അടക്കം സൂചിപ്പിക്കുന്നത് അതാണ്. ഈ ഒരു നിസ്കാരത്തിന് മുമ്പ്, പെരുന്നാൾ നിസ്കാരത്തിന് മുൻപേ തന്നെ ഈ അരി സാധനങ്ങൾ അല്ലെങ്കിൽ എന്താണോ ഭക്ഷണ സാധന സാമഗ്രികൾ ദരിദ്രരായ വീടുകളിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ അയൽവാസികളുടെ വീട്ടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. നിസ്കാരം കഴിഞ്ഞു വരുമ്പോഴേക്കും അവർക്ക് കഴിക്കാൻ പാകത്തിലേക്ക് അത് എത്തിക്കുക എന്നുള്ളതൊക്കെയാണ് ഏറ്റവും പ്രധാനമെന്ന്
പറയുന്നത്. എന്തായാലും രേണുക, ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. കാരണം നേരത്തെ വിഷ്ണുവിനോടും ചോദിക്കാൻ പറ്റില്ല. അവിടെ തക്ബീർ വിളികൾ മുഴങ്ങുകയായിരുന്നു. എല്ലാം വിഷ്ണുവും അതിൻ്റെ തിരക്കിലായിരുന്നു. ഞാൻ ഒരു കോഴിക്കോട്ടുകാരനാണ്, അല്ലെങ്കിൽ മലബാർ മേഖലയിൽ നിന്നുള്ള ആളാണ്. നേരത്തെ കോഴിക്കോട് നിന്നും അഭിന ചേർന്നിരുന്നു. അഭിനയും അത്തരത്തിൽ കോഴിക്കോട് തന്നെ ഉള്ള ആളാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു പണ്ടത്തെ പെരുന്നാൾ ഓർമ്മകൾ എന്നൊക്കെ പറയുന്നത് ഞങ്ങളങ്ങനെ പങ്കുവെച്ചിരുന്നു. രേണുകയെ സംബന്ധിച്ച് രേണുക തെക്ക് ഭാഗത്തു നിന്നാണ്, അല്ലെങ്കിൽ പത്തനംതിട്ട ഭാഗത്തു നിന്നാണ്. എങ്ങനെയാണ് രേണുകയുടെ പെരുന്നാൾ ഓർമ്മകളെല്ലാം? എന്റെ പെരുന്നാൾ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ ഇതെന്റെ ആദ്യത്തെ ഒരു പെരുന്നാൾ ദിനം എന്ന് കൂടി വേണം പറയണം. കാരണം ഞാൻ ആദ്യമായിട്ട് ഒരു വ്രതം അനുഷ്ഠിച്ച ഒരു മാസം കൂടിയാണിത്. എനിക്ക് പെരുന്നാൾ നോമ്പുകൾ എന്താണെന്ന് അറിയണം, അല്ലെങ്കിൽ വ്രതമനുഷ്ഠാനം എന്താണെന്നൊരു കാര്യത്തിൽ അറിയണമെന്നായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ പ്രാവശ്യം വ്രതമെടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ നോമ്പിന്റെ രീതികൾ അല്ലെങ്കിൽ വശങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഗ്രാഹ്യമില്ലായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചോളം രാവിലെ തന്നെ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുക, പ്രാർത്ഥിക്കുക, അതോടൊപ്പം തന്നെ വൈകുന്നേരം ഈ നോമ്പ് മുറിക്കുക, ഇങ്ങനൊരു ചടങ്ങുകളിലേക്കെല്ലാം ഞാൻ കടന്നുകൂടി. എനിക്ക് വളരെ മനസ്സും സന്തോഷവും നിറയുക. ആ ഒരു ദിവസം ഈ നോമ്പ് നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് വിശപ്പോ ദാഹമോ ഇങ്ങനൊരു ചിന്ത നമ്മളിലേക്ക് കടക്കുന്നില്ലെന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി. കാരണം നമുക്ക് ദാഹിക്കുകയോ ജോലി തിരക്കുകൾക്കിടയിൽ പോലാണേലും നമുക്ക് ദാഹിക്കുകയോ വിശക്കുകയോ അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു രേണുക, മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് നോമ്പെടുക്കുന്നത് എളുപ്പമാണെന്ന് തോന്നുന്നു അല്ലേ? അതെ കാളിദാസ്, നമ്മുടെ ജോലിത്തിരകൾക്കിടയിലാണേലും ഈ നോമ്പെടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് അതൊരു ക്ഷീണം തട്ടുന്നില്ലെന്ന് വേണം മനസ്സിലാക്കാൻ കാര്യം. കാരണം മനസ്സും ശരീരവും ഒരേപോലെ നമ്മൾ അവിടെ അർപ്പിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ക്ഷീണം തട്ടുന്നില്ലെന്നൊരു കാര്യത്തിൽ എനിക്ക് വ്യക്തത വന്നിട്ടുണ്ട്. കാരണം ഈ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ നമ്മൾ പുറത്തു പോയി റിപ്പോർട്ട് ചെയ്യുമ്പോൾ നോമ്പെടുക്കുമ്പോൾ ഈ കാലാവസ്ഥയുടെ സാഹചര്യത്തിൽ നമ്മുടെ ശരീരത്തിനെ അത് ബാധിക്കുമോ എന്നുള്ളൊരു ആശങ്ക എനിക്കുണ്ടായെങ്കിലും, പക്ഷേ ശരീരത്തിനെയും മനസ്സിനെ ആണെങ്കിൽ എന്നെ യാതൊരു വിധത്തിലും അത് ബാധിച്ചിട്ടില്ല. പക്ഷേ വളരെ ഈ നീണ്ട മാസത്തിൽ നോമ്പെടുത്ത ദിവസത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മനസ്സും ശരീരവും ഒരേപോലെ ദൈവത്തിന്റെ മുമ്പിൽ അർപ്പിക്കാൻ കഴിയുന്ന ഒരു മാസമാണ്. ആ മാസത്തിന്റെ അവസാന ദിവസം ചെറിയ പെരുന്നാൾ ദിവസം കൂടിയാണ് ഇത്. ഒരു വിശ്വാസ സമൂഹത്തിന്റെ, കേരളത്തിന്റെ ഒരു വലിയ പെരുന്നാളായി തന്നെ കാണാൻ കഴിയും. എല്ലാവർക്കും സ്നേഹത്തിന്റെ ഒരു ചെറിയ പെരുന്നാൾ ആശംസകൾ. അതോടൊപ്പം തന്നെ ഒരു നീണ്ട കഠിന വ്രതത്തിന്റെ അല്ലെങ്കിൽ ഹൃദയശുദ്ധിയുടെ ഒരു പെരുന്നാളാണ് ഇന്ന്. സ്നേഹ സൗഹാർദ്ദത്തിന്റെ ഒരു വിരുന്നൂട്ടുകൂടെ നടക്കുന്നുണ്ട്. എല്ലാവരും പുതിയ ഉടുപ്പൊക്കെ ഇട്ട് മൈലാഞ്ചിയൊക്കെ ഇട്ട്, അല്ലെങ്കിൽ ഒരു കുടുംബക്കാരായി, അല്ലെങ്കിൽ എല്ലാ കുടുംബങ്ങളും ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒത്തുകൂടുകയും സ്നേഹം പങ്കുവെക്കുകയും ഭക്ഷണം പങ്കുവെക്കുകയും, അതോടൊപ്പം തന്നെ ഉള്ളവനും ഇല്ലാത്തവനും എന്നുള്ളൊരു അതിർത്തിയിൽ നിന്ന് മാറി എല്ലാവർക്കും ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയും, അതോടൊപ്പം തന്നെ എൻ്റെ ഒരു ഓർമ്മയിൽ എൻ്റെ അയൽവക്കത്തെ വീട്ടിൽ നിന്ന് എനിക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ട്. ഈ പെരുന്നാൾ ഫുഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അന്ന് നമുക്കും ഒരു വയറും മനസ്സും നിറഞ്ഞൊരു ദിവസമാണ്. പായസം, ബിരിയാണി, അതോടൊപ്പം തന്നെ നിരവധി കാര്യങ്ങൾ എല്ലാവരുടെയും വീട്ടിൽ നിന്ന് എത്തും. അത് തന്നെയാണ് ഈ പെരുന്നാളിന്റെ ഏറ്റവും വലിയൊരു ഐക്യം എന്ന് വേണം പറയാൻ. അതായത് നമ്മുടെ ഒരു സക്കാത്ത് നൽകുക എന്ന രീതിയിലേക്കാണ്. സക്കാത്താണ് ഇതിന് ശരിക്കും എടുത്തു പറയുന്ന ഒരു കാര്യം. നമ്മളാൽ കഴിയുന്ന രീതിയിൽ, ഇപ്പൊ സ്വതന്ത്രനാണെങ്കിൽ പല അമ്മയും അച്ഛനെയും ആശ്രയിച്ചിരിക്കുന്നവരാണെങ്കിൽ അമ്മയും അച്ഛനോടും ചേർന്ന് ഒരാൾക്ക് ഒരു കുടുംബത്തിൽ സക്കാത്ത് നൽകാം. അല്ലെങ്കിൽ സ്വതന്ത്രമായി ജോലി ചെയ്യാൻ അല്ലെങ്കിൽ സമ്പാദിക്കാൻ കഴിവുള്ളവർക്ക് അങ്ങനെയും സക്കാത്ത് നൽകാൻ കഴിയും. അങ്ങനെ നിരവധി രീതിയിലാണ്. അപ്പം ഈ സക്കാത്ത് നൽകുന്നതിന്റെ ഒരു പ്രാധാന്യം തന്നെ എല്ലാവരും അവിടെ ഉന്നയിക്കണം, അല്ലെങ്കിൽ ആരും പട്ടിണി കിടക്കാൻ പാടില്ല. അതൊരു വലിയൊരു ഇതിന്റെ ഒരു ഐഡിയോളജി, ഇസ്ലാമിക് സമൂഹത്തിന്റെ ഒരു ഐഡിയോളജി തന്നെ വളരെ സന്തോഷം നിറയ്ക്കുന്ന രീതിയിലാണ്. ഇങ്ങനെ ആയിരിക്കണം എന്നൊരു കാര്യത്തിലേക്ക് എത്തുന്നത്. കാരണം ചെറിയ പെരുന്നാളിന്റെ ഒരു ഇതായിട്ട് എല്ലാവരും മനസ്സും വയറും അത് തന്നെയാണ് ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒക്കെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ ചെറിയ പെരുന്നാളും എന്ന് പറയുന്നത്. എന്നിരുന്നാലും അവിടെ ഓരോ സ്ഥലങ്ങളിലും ജില്ലകളിലൊക്കെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ഭാഗങ്ങളിലും നിസ്കാരങ്ങൾ പുരോഗമിക്കുകയാണ്. ചിലയിടത്ത് തീരുന്ന സാഹചര്യത്തിലേക്കൊക്കെ എത്തിയിരിക്കുന്നു. എന്തായാലും ഇതിന് ശേഷമുള്ള പ്രത്യേക പ്രാർത്ഥനകളെല്ലാം ഉണ്ട്. എല്ലാ കൊല്ലവും ലോക സമാധാനവും പരസ്പര സാഹോദര്യവും ഒക്കെയാണ് പ്രത്യേക പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ ഇത്തവണ കുറച്ചുകൂടി രൂക്ഷമാണ്. കാരണം ലഹരി വലിയ രീതിയിൽ ഒരു വില്ലനായി തീർന്നിരിക്കുകയാണ് ഈ ഒരു സമൂഹത്തിൽ. അതുകൊണ്ട് എന്തായാലും ലഹരി വിരുദ്ധ പ്രതിജ്ഞ കൂടി എല്ലാ പ്രത്യേക പ്രാർത്ഥനകളിലും ഉൾപ്പെടുത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നമുക്കറിയാൻ സാധിച്ചത്. എന്നിരുന്നാലും അവിടെ നിസ്കാരങ്ങളെല്ലാം പുരോഗമിക്കട്ടെ. ശേഷം പ്രത്യേക പ്രാർത്ഥനകളിലേക്കുമൊക്കെ പങ്കുചേരുക.
അവിടുത്തെ ഖുത്തുബുകളെല്ലാം കൃത്യമായി കേൾക്കുക, പ്രസംഗങ്ങളെല്ലാം ഇമാമിൻ്റെ ഖുത്തുബുകൾ കൃത്യമായി കേൾക്കുക, എന്താണ് അവർ പറയുന്നത്, എന്താണ് അവർ നമ്മളോട് പറയുന്നത് എന്നുള്ളതൊക്കെ കൃത്യമായി കേൾക്കുക. തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണു കരുണാകരനും കോഴിക്കോട് നിന്ന് അഭിന പി ചിറക്കിലും കൊച്ചിയിൽ നിന്ന് രേണുക രാജേന്ദ്രനുമാണ് നമ്മളോടൊപ്പം ചേർന്നത്. എന്നിരുന്നാലും എല്ലാ